കേരളത്തിൽ സുപരിചിതമല്ലാത്ത ബട്ടർനട്ട് കൃഷി ചെയ്ത് നൂറുമേനി വിളയിച്ചിരിക്കുകയാണ് കൊട്ടിയൂർ അമ്പായത്തോട് സ്വദേശിയായ ഷാജി ആലനാൽ എന്ന കർഷകൻ. പഴമായും പച്ചക്കറിയുമായും ഉപയോഗിക്കാവുന്ന വ്യത്യസ്തയിനം ഫലമാണ് ഈ ബട്ടർനട്ട്. കൊട്ടിയൂർ അമ്പായത്തോട് സ്വദേശിയായ ഷാജി ആലനാൽ എന്ന കർഷകനാണ് ബട്ടർനട്ട് കൃഷിയിൽ വിജയം കൊയ്തത്. മത്തങ്ങയുടെ കുടുംബത്തിൽപ്പെട്ട ബട്ടർനട്ട് കേരളത്തിൽ അത്ര സുപരിചിതമല്ലെങ്കിലും വിദേശ രാജ്യങ്ങളായ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവയാണ്. മത്തങ്ങയുടെ സമാന രുചിയാണ് ഈ ഫലത്തിനുള്ളത്. കാണാൻ തന്നെ ഒരു വ്യത്യസ്ത രൂപത്തിലാണ് ഈ ഫലം. വിറ്റാമിൻ എ, ബി, സി, പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ് എന്നിവയാൽ സമ്പുഷ്ടമാണ്. ബട്ടർനട്ട് ഒരു വെള്ളരി വർഗ്ഗമാണ്. വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. അതൊരു ഫ്രൂട്ടാണ്. നമുക്ക് വേണമെങ്കിൽ അത് വെജിറ്റബിളായിട്ട് ഉപയോഗിക്കാം, ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ വെജിറ്റബിളായിട്ട് ഞാൻ സ്വന്തമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ ഫ്രൂട്ടാക്കണം. ഫ്രൂട്ടാകണമെങ്കിൽ ഒരു 10-15 ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്കത് നല്ല ഫ്രൂട്ടായിട്ട് കിട്ടും. അതിൻ്റെ ഉള്ളിലെ പൾപ്പ് എടുത്തിട്ട് ജ്യൂസ് അടിക്കാം, ഷേക്ക് അടിക്കാം. ഇതൊക്കെയാണ് ചെയ്യാനുള്ളത്. വെറുതെ നമ്മൾ പപ്പായ തിന്നുന്ന പോലെ ആ പുറത്തെ തോല് ചെത്തി കളഞ്ഞിട്ട് നമുക്ക് വെറുതെ കൃഷി ചെയ്യാം. നല്ല ടേസ്റ്റാണെന്നാണ് എൻ്റെ അറിവ്. ഇതൊരു വിദേശി ഇനമാണ്. കേരളത്തിൽ വളരെ അപൂർവം ആൾക്കാരെ ചെയ്തിട്ടുള്ളൂ. ഞാനതൊന്ന് ചെയ്തു നോക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. തൈ നട്ട് 30ാമത്തെ ദിവസം പൂവിട്ട് കായാകും. 40 മുതൽ 45 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ സാധിക്കും. ഒരു കായ്ക്ക് 500 മുതൽ 2 കിലോ വരെ തൂക്കമുണ്ടാകും. 30 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. സാമ്പത്തിക ലാഭത്തിനപ്പുറം മാനസിക സന്തോഷമാണ് കൃഷിയിലൂടെ തനിക്ക് ലഭിക്കുന്നതെന്ന് ഷാജി ആലനാൽ പറഞ്ഞു. എനിക്കൊരു വെറൈറ്റി കൃഷികൾ ചെയ്യുന്ന ഒരു ഹരമാണ്. അത് കൃഷി നമുക്ക് സാമ്പത്തിക ലാഭത്തിനെ കഴിഞ്ഞും കൂടുതൽ വെറൈറ്റി കൃഷികൾ ഉൽപ്പാദിപ്പിക്കുക. അത് നമ്മൾ അതിൻ്റെ വിളവെടുക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു മാനസിക സന്തോഷമാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഷമാമിന്റെ വിവിധ ഇനങ്ങളും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. ബട്ടറിനെക്കുറിച്ച് യൂട്യൂബിൽ കണ്ടാണ് ഈ കൃഷിരീതിയിലേക്ക് തിരിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.